വേണ്ടി ചാരപ്പണി. തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയ മുൻ സൈനിക ഉദ്യോഗസ്ഥനും ഭാര്യയും അറസ്റ്റിൽ. ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടുകൂടി തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തുന്ന വ്യക്തികളെ പിടികൂടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ പാകിസ്ഥാന്റെ ഹിതമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് വളരെ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് എന്നതാണ് പൊതുവിലയിരുത്തലായി പുറത്തുവരുന്നത്. സൈനിക നീക്കങ്ങളും ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും പങ്കുവച്ചതിനാണ് ബീഹാർ സ്വദേശിയായ അജയ് കുമാർ സിംഗ് ഗോവയിൽ അറസ്റ്റിലായത്. ഹണി ട്രാപ്പിലൂടെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരെ കുടുക്കിയതിനാണ് UP സ്വദേശിനി കൂടിയായ രാഷ്നി പാൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2022 സൈന്യത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം അജയ് കുമാർ സിംഗ് ആകട്ടെ ഗോവയിലെ ഡിസ്റ്റിലറിയിൽ കാവൽക്കാരനായി തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു. പാക് ഇന്റലിജൻസ് ഓഫീസർ അംഗീകാർ ശർമ്മയ്ക്കാണ് ഇയാൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. കരസേന സുബേദായി തന്നെ നാഗാലാൻഡിൽ ജോലി ചെയ്ത കാലം മുതൽ തന്നെ ഇരുവരും അടുപ്പത്തിലായിരുന്നു. പ്രിയ ഠാക്കൂർ എന്ന കള്ളപ്പേരിലാണ് ഇവർ സൈനിക ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റ് വിവരങ്ങളായി പുറത്തു വരുന്നത്. അതേസമയം പാകിസ്ഥാൻ ഹാൻഡിൽമാർക്ക് അവർക്ക് വേണ്ടി തന്നെ ഇന്ത്യൻ വാട്സാപ്പ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു നൽകിയ ഒരു പാക് ചാരൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിടികൂടിയത്. പഞ്ചാബ് സ്വദേശിയായ പ്രകാശ് സിംഗ് എന്ന ബാദലിനെയാണ് അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാനിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. രാജസ്ഥാൻ CID ആയിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തതും. ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ ഹാൻഡിൽമാർക്ക് വേണ്ടി ഇന്ത്യൻ വാട്സാപ്പ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് നൽകിയതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾ മേൽ ചുമത്തിയിരിക്കുന്നതും. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്റേൺഷിപ്പുകൾ അതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഹാൻഡിൽമാരുമായി തന്നെ ആ പ്രതി പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഗംഗാനഗർ ജില്ലയിലെ ഒരു സൈനിക സ്ഥാപനത്തിന് സമീപം വെച്ചാണ് ബാദലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 1923 ഔദ്യോഗിക രഹസ്യ നിയമ പ്രകാരം തന്നെയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. പ്രകാശ് സിംഗ് ആകട്ടെ സോഷ്യൽ മീഡിയ വഴി തന്നെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് അന്വേഷണ സംഘം. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇയാൾ ഒരു പാകിസ്ഥാൻ ഹാൻഡിലർക്ക് അയച്ചു കൊടുത്തതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സാധുവാലി സൈനിക സ്റ്റേഷന് സമീപം വെച്ച് സിംഗിനെ സുരക്ഷാ സേന തടഞ്ഞ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഒരു ബോർഡർ ഇന്റലിജൻസ് സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പരിശോധിച്ചപ്പോഴാണ് മൊബൈൽ ഫോണിന്റെ പ്രാഥമിക സ്കാനിൽ വിദേശ പാകിസ്ഥാൻ വാട്സാപ്പ് നമ്പറുകളുമായി തന്നെ ആശയവിനിമയം നടത്തിയിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇവരെ പിടികൂടിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.